Hi. So, നാളെ 10th July 2026 and that's my son's 5th birthday. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡിക്കേഡ് ആയതുകൊണ്ട് തന്നെ ഐ തോട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. മാത്രമല്ല വി ലൈക്ക് മീ ജെയ്ഡു ആൻഡ് മൈ ഹസ്ബൻഡ് വി ആർ ടുഗെദർ. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാം ബർത്ത്ഡേക്ക് എന്ന് കരുതി. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ, ജെയ്ഡുവിൻ്റെ ബർത്ത്ഡേ പ്ലാനിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടും ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട്. മെയിനായിട്ട് നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വൈകുന്നേരം നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ഹോൾ, അവിടെ 2 വീട്ടുകാരെയും വിളിച്ചിട്ട് പാരൻസിനൊക്കെ വിളിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പുറത്ത് വെക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെല്ലാവരെയും വിളിച്ചെനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ടൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പിന്നെ ഭക്ഷണം വിളമ്പണം, ഭക്ഷണത്തിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളായിട്ട് ഹോൾ ഡേ നമ്മൾ ബിസി ആയിരിക്കും. പിന്നെ ആൾക്കാർ വന്നാലും സെർവിങ്ങും കാര്യങ്ങളുമായിട്ട് ബിസി ആയിരിക്കും. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഈ ഭക്ഷണം എടുത്ത് വെക്കുക, പാത്രം കഴുകുക, അങ്ങനെ നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ചത് ഓക്കെ എന്നാൽ ഒരു ഹോളിൽ നടത്തുവാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്, നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് നമുക്ക് ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് മെയിനായിട്ട് ഈ ഒരു പർപ്പസ് ഹോളിൽ നടത്താനായിട്ട്. അതും ജസ്റ്റ് ഒരു 10 പേര് കഷ്ടിച്ച് ഉള്ളൂ, ഇൻക്ലൂഡിങ് അസ്. മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക ആസ് എ വുമൻ അടുക്കളയിൽ കിടന്ന് തന്നെ ഫുൾ ടൈം ഇരിക്കാതെ അത് എൻജോയ് ചെയ്യാനായിട്ടും കൂടി ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് നാളെ വൈകുന്നേരമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുക നാളെ രാവിലെ ചെയ്തു എനിക്ക് വരുന്ന എന്തെങ്കിലും സർപ്രൈസ് പോലെ മേ ബി ചെറിയ ഡെക്കറേഷൻ വല്ലതും ചെയ്ത്. ഇതേവരെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കൂടെ പ്ലാൻ ഉണ്ട്. ഞാൻ ബലൂൺസൊക്കെ ഓൾറെഡി ബലൂൺസ് മേടിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് വീട്ടിലും ചെയ്യാം, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഹോളിലും ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുക. പിന്നെ ഇവർ സ്കൂളിലാണെങ്കിൽ നാളെ ഫ്രൈഡേ ആണ് സ്കൂളിലുള്ള ദിവസം. അപ്പോൾ സ്കൂളിലാണെങ്കിൽ ഇവർക്ക് ഗിഫ്റ്റ് അങ്ങോട്ടാണ് കൊടുക്കുന്നത് ബർത്ത്ഡേക്ക്. അപ്പോൾ നമ്മൾ നോർമലി ചോക്ലേറ്റ്സ് കൊടുക്കുന്നതിന് പകരം ഇവരുടെ സ്കൂളിൽ ചോക്ലേറ്റ്സ് അലൗഡ് അല്ല. അതിന് പകരം ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള, അപ്പോൾ പെൻസിലാകാം, റബ്ബറാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബുക്കാകാം, അങ്ങനത്തെയാണ് ഇവരുടെ സ്കൂളിൽ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കേട്ടപ്പോൾ എന്താ അങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഓരോ പിള്ളേരുടെയും ബർത്ത്ഡേ വരുമ്പോൾ ഇവൻ്റെ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ ഇവനൊരു സ്റ്റോറി ബുക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക, ചിലപ്പോൾ ഒരു പെൻസിൽ സ്കെയിലിൻ്റെ ഒരു സെറ്റ് ആകാം, വിച്ച് ആർ ഓൾ യൂസ്ഫുൾ. സ്പെഷ്യലി സ്റ്റോറി ബുക്സ് ആണെങ്കിൽ അവനും വായിച്ചു കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളങ്ങനെ സ്റ്റോറി ബുക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 18 സ്റ്റോറി ബുക്സിൻ്റെ ഒരു സെറ്റ്, അത്രയും പിള്ളേരെ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ അത് മേടിച്ചു. ഓൺലൈൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20 രൂപ പോലും ആകുമല്ലോ ഒരു ബുക്കിന്. അപ്പോൾ അത് മേടിച്ച് അത് പൊതിഞ്ഞ് അവനെ കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് അവൻ്റെ പേര് എഴുതിച്ചിട്ടുണ്ട്. ഉള്ളിൽ പകുതി എഴുതിയിട്ടുള്ളൂ, ഇനിയും ബാക്കി പകുതിയിൽ പേര് എഴുതണം. അവനിപ്പോൾ UKG എഴുതാനായിട്ട് ഇച്ചിരി എന്താ പറയുക ഇച്ചിരി സ്ലോ ആണ്. ബട്ട് ഹി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. അപ്പോൾ ഒരു നല്ല പ്രാക്ടീസും കൂടി ആകട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇപ്രാവശ്യം ബുക്കിനകത്ത് അവൻ്റെ പേര് എഴുതാനായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഓരോ പിള്ളേരുടെ വീട്ടിലോട്ട് ഗിഫ്റ്റ് കൊടുത്തിടുമ്പോൾ ആരെ തന്നേച്ചെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ മറന്നു പോയാലോ. അപ്പോൾ അവർ പാരൻസിന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പേര് എഴുതിക്കുന്നത്. അപ്പോൾ അത് പകുതി എഴുതി, ഇനി ബാക്കി പകുതി ഇന്ന് അവനെ കൊണ്ട് എഴുതിക്കണം. അപ്പോൾ ആ ഒരു കാര്യം സോർട്ടഡ് ആണ്, സ്കൂളിൽ കൊടുക്കുന്ന ഗിഫ്റ്റ്സ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് മെയിനായിട്ട് വൈകുന്നേരത്തേക്ക് കേക്കാണ് ഉണ്ടാക്കാനുള്ളത്. വൈകുന്നേരത്തെ കേക്ക് എനിക്കിപ്പോൾ പോയി അത് റെഡിയാക്കണം. പിന്നെ രാവിലെ ഞാൻ വിചാരിച്ചു രാവിലെ അവൻ എണീറ്റ് വരുമ്പോൾ ചെറിയൊരു കപ്പ് കേക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ മേ ബി ഹി ഫീൽ സോ ഹാപ്പി, എന്താ പറയുക സ്പെഷ്യൽ ഫീൽ ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കേക്കിൻ്റെ ബാറ്ററിയിൽ തന്നെ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് കഴിഞ്ഞാൽ ഒരു കപ്പ് കേക്കിനുള്ളത് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ നാളത്തെ പരിപാടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അതെല്ലാം നാളെ രാവിലെ അയൺ ചെയ്ത് കേക്ക് വെച്ചാൽ മതി. അതെ, അപ്പോൾ അത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് നരച്ചിട്ടുണ്ട്. ലഞ്ച് ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കുന്നത്. അവന് ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്താൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കാതാണ് മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ നാളെ രാവിലെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കുക്കിംഗ് ചെയ്താൽ മതി. അപ്പോൾ ലഞ്ച് അങ്ങനെ ചിക്കൻ ബിരിയാണി. പിന്നെ വൈകുന്നേരം ഫംഗ്ഷൻ ഉള്ള സ്ഥലത്ത് ഫുഡ് ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. ആകെ നമുക്ക് ഫംഗ്ഷന് മുന്നേ ആയിട്ട് അവിടെ പോയി ഡെക്കറേഷൻ ചെയ്യാം, കേക്കെല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ റെഡിയായി അവിടെ വെക്കാം. അപ്പോൾ അതെല്ലാമാണ് ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് പോയിട്ട് കേക്ക് ഉണ്ടാക്കലാണ്. കേക്കിനാണെങ്കിൽ ഞാൻ കുറേ റെസിപ്പി നോക്കി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2 ലെയർ ഓഫ് കേക്ക് ഉണ്ടാക്കാനാണ്. ഒരു ലെയർ ഓറഞ്ച് കേക്കും, അതായത് ഞാനൊരു ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോൾ ഓറഞ്ച് കേക്ക് ഒരു ലെയറും, പിന്നെ ഒരു ലെയർ ചോക്ലേറ്റ് കേക്കും. അത് രണ്ടും ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ നാളെ പരിപാടി നടക്കുന്ന ഹോളിൽ നമ്മൾ പാട്ടൊക്കെ പാടാനായിട്ട് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൈക്കും സ്പീക്കറൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറുത്. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം. കൂടാണ്ട് ആ ഹോളും കൂടെ ജസ്റ്റ് ഒന്ന് പോയി എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്ന് വൈകുന്നേരം പോയിട്ട് അവരോടൊന്ന് പറഞ്ഞത് കൺഫേം ചെയ്യണം. ഇത് ഈ പറഞ്ഞ പോലെ ആകെ 10 പേരുടെ പരിപാടിയാണ്. ഇതിന് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളവരെല്ലാവരും ഹാപ്പി ആക്കുക. മെയിനായിട്ട് ഇപ്പോൾ പരിപാടി നടത്തുന്നത് നമ്മളാകുമ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ് എടുക്കാണ്ട് അത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മൾ എവിടെ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്താലും ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്ട്രെസ് അടിച്ച് ടെൻഷൻ എടുത്ത് ഉറക്കമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും സ്ട്രെസ് എടുക്കണം. നമ്മൾ പൈസ മുടക്കി ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു പരിപാടി വേറൊരാളെ കൊണ്ടൊരു ചെയ്യിക്കാം, ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ മൈക്ക് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെന്ന് നമുക്ക് ചില്ല് ചെയ്യാം, നമുക്ക് പാട്ട് പാടാം, നമുക്ക് റിലാക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹോൾ പർപ്പസ്. അപ്പോൾ യെസ്. ഇപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ടിന്നൊക്കെ പ്രിപ്പ് ചെയ്യുക. അപ്പോൾ അന്നേരം നമുക്ക് ഈ ഒരു പാച്ച്മെൻറ്റ് പേപ്പർ നമ്മുടെ എപ്പോഴും താഴെ വെക്കുന്നത് നല്ലതാണ്.
അല്ലെങ്കിൽ താഴെ നിന്ന് ഈസി ആയിട്ട് വിട്ട് വരില്ല കേക്ക്. അപ്പോൾ കേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു റെഗുലർ പേപ്പറാണ്. പക്ഷേ അതിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം തടവി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലേസി ആയി. ഇപ്പോൾ കണ്ടോ, ഇത് സ്റ്റിക്കായി കറക്റ്റായിട്ട് വീണ് പോകില്ല. ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ സ്ഥിരം ചെയ്യുന്നത് ടെക്നിക്കൽ, ആൻഡ് ഇറ്റ് വർക്ക്സ് ടു. ഇനി നമ്മൾ ആദ്യം തന്നെ ഹോൾ ഓറഞ്ച് കേക്കിൻ്റെയാണ് ബാറ്റർ റെഡിയാക്കുന്നത്. അതിന് എൻ്റെ കയ്യിൽ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചിനകത്ത് കുരു ഉള്ളതാണോ എന്നുള്ളത് അതിനെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ തണ്ട് കളയാം കേട്ടോ, തണ്ട് കളയാം. ഹോൾ ഓറഞ്ചിന് തണ്ടൊന്നും വേണ്ട. ഓക്കെ, അത് പോയി. നമുക്ക് അരിയിട്ട് ഇതിനകത്ത് കുരു ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കണ്ടോ, കുരുണ്ട്. നമ്മൾ കുരു മാറ്റണം. ഓറഞ്ച് കേൾക്കാന്ന് എഴുതി നമ്മൾ കുരു ഇടരുത്. കുരു ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും, നല്ല കയ്പ്പാകും. അപ്പോൾ നമ്മളത് മുറിച്ച് അരിഞ്ഞ് കുരു അതിൽ നിന്ന് കളയണം. ഇത് ഓൾറെഡി കഴുകിയ ഓറഞ്ചാണ്, കഴുകി കുറച്ചെടുത്ത ഓറഞ്ചാണ് ഞാനിപ്പോൾ ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തു. എല്ലാത്തിൽ നിന്നുള്ള കുരു മാറ്റാം. എന്നിട്ട് നേരെ ഞാൻ ചെയ്യുന്നത് മിക്സിയുടെ ജാറിലോട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓറഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ നേരത്തെ ഓറഞ്ച് അരച്ചപ്പോൾ ഇതിനകത്ത് കുറച്ച് കട്ടകളുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് കട്ടകളുണ്ട് കണ്ട കിടക്കുന്നത്. അപ്പോൾ ഈ കട്ടകൾ നമ്മുടെ കേക്കിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത് നമ്മൾ എന്ത് കേക്ക് നമ്മൾ പറ്റും. നമ്മളൊരു അരിപ്പെടുത്താം, എന്നിട്ട് അതിലൂടെ പാസ് ചെയ്യാം. ഓക്കെ, അരിച്ചെടുത്താൽ ആ കട്ടകൾ കറക്റ്റായിട്ട് കിട്ടും. അത് മാറ്റിയാൽ മതി. കാരണം പ്രത്യേകിച്ച് ഈ ഓറഞ്ച് കേക്കിനകത്ത് നമ്മൾ ഫുൾ ഓറഞ്ച് ഇടുമ്പോൾ അതിൻ്റെ മിക്സി നമ്മുടെ നല്ല സ്ട്രോങ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ബാക്കി കട്ടകളായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിലും സാരില്ല, നമ്മൾ പക്ഷേ അരിച്ച് മാറ്റണം. ഇനി നമ്മൾ ആ ഓറഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്താക്കി റെഡിയാക്കി അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ 2 കപ്പ് കേക്കിൻ്റെ ഇതിലും കൂടെ ആക്കിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ മേളിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്രിങ്കിൾസ് ഇടാൻ പോവാം. യൂട്യൂബിനാണെങ്കിൽ ഏത് പിള്ളേർക്കാണെങ്കിലും സ്പ്രിങ്കിൾസ് ആകുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഈവൻ ദോ എനിക്കിത് ഇഷ്ടമല്ലെങ്കിലും ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് മേക്ക് ദം വിഷ്വലി എന്താ പറയുക, ഇത് കാണുമ്പോൾ ഹാപ്പി ആക്കാനായിട്ട് കുറച്ച് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഓറഞ്ച് കേക്ക് നമ്മുടെ ഓവൻ്റെ ഉള്ളിലോട്ട് പോയി. ഇനി നമുക്ക് അടുത്തത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. ഓറഞ്ച് കേക്കിൻ്റെ മേൽഭാഗം ഇച്ചിരി ഒന്ന് കരിഞ്ഞു. ചോക്ലേറ്റ് കേക്കും ഞാൻ ChatGPT റെസിപ്പി ചോദിച്ചു, പക്ഷേ ChatGPT ചതിച്ചു. ആസ് ഐ ഇമാജിൻഡ്. ഞാൻ ലാസ്റ്റ് ടൈമും ChatGPTയോട് ചോദിച്ചു ഞാൻ കേക്ക് ഉണ്ടാക്കിയത്, അത് പൊട്ടയായിരുന്നു. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് കേക്കും ഭയങ്കര പാടായിരുന്നു ഉള്ളിൽ കുക്ക് ചെയ്യാനായിട്ട്, ഭയങ്കര ലിക്വിഡി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താണെങ്കിലും പുറത്തെടുത്തത് ഓക്കെ ആകുമെന്നാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു നാളെ ഉച്ചത്തേക്കായിരുന്നു ചിക്കൻ ബിരിയാണി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നേ അത് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിന്നറും ആവും, പിന്നെ നാളെ ഉച്ചത്തേക്കും പിന്നെ വേറെ ഉണ്ടാക്കണ്ട. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ പരിപാടികൾ നടക്കുക. ചിക്കൻ കുക്കറിലാക്കി വിസിൽ വന്ന് ഓക്കെ ആയി. ഇനി അരി വെന്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ കുറച്ച് സെറ്റിങ്ങുള്ളൂ. ഞങ്ങളുടെ ഇപ്പോൾ 6:30 വൈകുന്നേരം ഞങ്ങൾ പാർക്ക് ടൈമാണ്. അപ്പോൾ ജെയ്ഡിൽ എന്താണെങ്കിലും താഴത്തോട്ട് വീട്ടിൽ കളിക്കാനായിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെയും പരിപാടി തീർത്ത് വീണ്ടും ബാക്കി പറയും. അപ്പോൾ ഇച്ചിരി എല്ലാം കൂടെ ഇച്ചിരി ടൂ മച്ചാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നാളത്തേക്ക് റിലാക്സ് ഇത് ചെയ്യാലോ എന്ന് പ്രതീക്ഷ. എന്നതായി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി മൊത്തത്തിൽ കുക്കറിലായി കയറി കഴിഞ്ഞു. ഇപ്പുറത്ത് കാണാം. അതിനെ ലോ ഫ്ലെയിമിൽ ദം ചെയ്യുവാണ് ഒരു ½ ആൻ അവർ. പിന്നെ നമ്മുടെ കേക്കെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി അത് ഫ്രോസ്റ്റിങ് ചെയ്താൽ മതി. അപ്പോൾ കേക്ക് കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ നമ്മുടെ പൊടിയിട്ട് നമ്മുടെ കേക്ക് ടിൻ സെറ്റ് ചെയ്യൂലേ, അതിൻ്റെ ഇതാണ് കാണുന്നത്. ഒരു ചെറിയ കഷ്ണം പേപ്പറുണ്ട്, ബേക്കിംഗ് പേപ്പർ. ഓക്കെ, അതെടുത്ത് മാറ്റണം. നമ്മുടെ ഓറഞ്ച് കേക്ക് ഇപ്പം അപ്സൈഡ് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഓറഞ്ച് കേക്ക് കുറച്ച് കരിഞ്ഞു, അത് താഴത്തെ ഭാഗത്താണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മുടെ കപ്പ് കേക്ക്സ്. ഇതാണ് ഓറഞ്ച്, ഇതാണ് ചോക്ലേറ്റ്. ഇത് 2 കൂടി ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ചെയ്ത് ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ കപ്പ് കേക്ക്സും കഴിച്ചിട്ട് ഇഷ്ടമായി. So I think it's good. It's good. അപ്പോൾ ഫൈനലി പണിയൊക്കെ ഒതുങ്ങി ഇപ്പോൾ താഴെ പാർക്കിലോട്ട് പോകാൻ പോവാണ്. കയ്യിൽ വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ജീട്ടുൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. രാവിലെ അവനെ എണീറ്റു. അവൻ്റെ ടോയ്
കാറൊക്കെ കിട്ടി അവൻ അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് അത് കണ്ടിട്ട് വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തോ മൊത്തത്തിലൊരു ബ്ലാങ്ക് ഒരു ഫീലായിരുന്നു മുഖം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കാറൊക്കെ എടുത്തപ്പോൾ കളിയാം. പിന്നെ അപ്പോൾ അവൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ്. ഞാൻ വെച്ചിട്ടുണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. സ്ലോ ഫാമിൻ്റെ നല്ലൊരു ബ്രാൻഡാണ്. ഞാൻ പണ്ടൊക്കെ ഇതിൻ്റെ കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവരുടെ കേക്ക് മിക്സ് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് നിർത്തിപ്പോയി, എന്താണെന്നറിയില്ല. പക്ഷേ നല്ലതായിരുന്നു. ഈ മൾട്ടി ഗ്രെയിൻ്റെയൊക്കെ കുറച്ചും കൂടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള കേക്ക് മിക്സ് ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ബനാന ചോക്കോ ചിപ്പ് പാൻ കേക്കാണ് അവൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ്, അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ജിമ്മിലാണ്. ഒരു സ്കൂളിൽ പോയി. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ ചെയ്യാനായിട്ട് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട്. മെയിനായിട്ട് ഡെക്കറേഷൻ ചെയ്യണം. യെസ്, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇമാജിൻ ചെയ്ത പോലെ അവന് സർപ്രൈസ്ഡോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിപ്പോൾ ഗിഫ്റ്റ് കണ്ടിട്ടാണെങ്കിലും ഗിഫ്റ്റിനകത്ത് അവനൊരു ജീപ്പ് കിട്ടി. അതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഈ ചെറിയ കാറ് ജീപ്പ്. അതാണ് ഇഷ്ടമായി. അല്ലാണ്ട് സർപ്രൈസ്ഡ് ആയിട്ടോ ഓവർ എക്സൈറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ ആ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ പോലും ഞാൻ കഴിച്ചോളാം അങ്ങനത്തെ ഒരു എക്സ്പ്രഷനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മളിതെല്ലാം ചെയ്യുന്നത് അവരെ സന്തോഷപ്പെടുത്തുന്നതിനേക്കാളുപരി നമുക്കും ഒരു സന്തോഷം കിട്ടും. എനിക്കിതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടും. ഈവൻ ദോ ഇച്ചിരി പണിയുണ്ട്, ഇച്ചിരി എഫോർട്ട് ഇടണമെന്നുണ്ടെങ്കിലും നമുക്കതൊരു മെമ്മറബിൾ ആയിട്ടിരിക്കും, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ കേക്ക് ഞാൻ ഇന്നലെ രാത്രി ഫ്രോസ്റ്റിംഗ് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ച അത്രയും സെറ്റപ്പിലൊന്നും ആയിട്ടില്ല. ബട്ട് ചെയ്ത് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ പുറത്തെടുത്ത് ഹോളിൽ കുറേ നേരം 1-2 മണിക്കൂർ ഹോളിൽ പുറത്തിരിക്കേണ്ടതുകൊണ്ട് ഫ്രീസറിലാണ് ഞാൻ വെച്ചത്. അല്ലെങ്കിൽ ഒത്തിരി മെൽറ്റായി പോകണ്ടെന്ന് എഴുതിയിട്ട്. യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇപ്പോൾ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം. ബലൂൺസ് ഡെക്കറേഷനാണ് മെയിനായിട്ടുള്ള ഇച്ചിരി ഒരു ടാസ്ക്. കാരണം ഈ ബലൂൺ വീർപ്പിക്കലും കെട്ടലുമാണ് ഇച്ചിരി ടൈം കൺസ്യൂമിങ്. അത് നമ്മുടെ പരിപാടിയുടെ എനിക്ക് തോന്നുന്നൊരു ഉച്ചയോ രാവിലെ വലുത് അത് പോയി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു എന്താ പറയുക പണി അങ്ങോട്ട് ഒതുങ്ങി കിട്ടും. ഉച്ചത്തേക്ക് ബാക്കി തന്നെ ലഞ്ചുണ്ട്, ബിരിയാണി ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. യെസ്, അപ്പോൾ അത്രയൊക്കെയാണ് ജെയ്ഡൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടം വരെ സെറ്റായിട്ടുണ്ട്. നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്യണം. അങ്ങനെ 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 ഇരിക്കുന്നു. രണ്ടും പൊട്ടിക്കും. ജെയ്ഡുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായിട്ട്
കട്ടിലയിലൊന്നിരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് കാണുമായിരുന്നു. ജസ്റ്റ് കുറച്ച് മാത്രമേ കണ്ടുള്ളൂ, ബാക്കി നാളെ എല്ലാം കാണാൻ കരുതി. കാരണം ഇനി അതിനൊന്നും ഉള്ള എനർജി ഇല്ല. ഓൾറെഡി 11 ആയി രാത്രി. ജെയ്ഡൂസും കുളിച്ചു റെഡിയായി. ഇനി അവനെ ഉറക്കിയാൽ മതി. എന്താണേലും നല്ല പരിപാടിയായിരുന്നു. സിമ്പിൾ, 2 ഫാമിലി മാത്രമുള്ള ഒരു ക്യൂട്ട് സ്മോൾ ഗാദറിങ് ആയിരുന്നു. പക്ഷേ നല്ല ഫൺ, ഡാൻസും പാട്ടും എല്ലാമായിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അതുതന്നെയായിരുന്നു അതിൻ്റെ ഒരു മെയിൻ പർപ്പസ്. നമുക്ക് ഒത്തിരി സ്ട്രെസ് എടുക്കാണ്ട് എന്നാൽ നമുക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തത് മാക്സിമം ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ ആക്കുന്ന ഒരു ദിവസമാക്കാനായിട്ടായിരുന്നു. എന്താണെങ്കിലും ദൈവം സഹായിച്ചത് അതിനെ പറ്റി. സോ വി ആർ സോ ഹാപ്പി. ജെയ്ഡുവിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ജെയ്ഡൂസും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും വളരെ വളരെ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആണ്. നല്ലൊരു ദിവസം നല്ല രീതിയിൽ പരിപാടി ചെയ്യാൻ പറ്റിയതിന്. എന്താണെങ്കിലും ബൈ.